അപ്പോൾ ഇന്നത്തെ വിഭവമാണ് ഉള്ളിപ്പുട്ട്. നമ്മളെല്ലാം പുട്ട് കഴിക്കാറുണ്ട്, പക്ഷേ ഇത് കറിയൊന്നും വേണ്ടാത്ത രീതിയിൽ അല്ലേ? അത് മാത്രം മതി. ഇത് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേറൊരു വിഭവമായിരുന്നു, അത് പിന്നെ ഞാൻ പറയാം. പക്ഷേ ഇന്ന് അത്താഴത്തിനുള്ള വിഭവമാണ്. എന്തോന്ന് പറയാം? ഉള്ളിപ്പുട്ട്. ആദ്യം തന്നെ പുട്ടുപൊടി നമുക്കൊന്ന് നനച്ച് വെക്കാം. അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കൊച്ചുള്ളി, കുറച്ച് പച്ചമുളക്, കറിവേപ്പില. കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താലും മതി. കുഞ്ഞായിട്ട് അരിഞ്ഞ് അത് വഴറ്റി അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകിൻ്റെ ചിപ്സ്, മുളക് തരി, ചുവന്ന മുളകിൻ്റെ, അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിവേപ്പിലേക്ക് പകരം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ മുരിങ്ങയില ആയാലും ചേർക്കാം കേട്ടോ. മുരിങ്ങയില ചേർത്തിട്ട് അതെടുത്ത് നമ്മുടെ പുട്ടുമാവിലോട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടി തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് പുട്ടുമാവിനകത്തോട്ട് ഇട്ട് കുഴച്ചിട്ട് ആവി കയറ്റിയെടുത്താൽ മതി. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റ് വേണം. ഇതിന് കറി വല്ലതും വേണമെങ്കിലോ? വേണമെങ്കിൽ വേണം, മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് മാത്രം ഇന്ന് കഴിച്ചതല്ല, എല്ലാവരും കഴിച്ചത് മാത്രമാണ്. ഓക്കെ, അപ്പം ഞാനൊരു ബൈറ്റ് കഴിക്കാം അല്ലേ? ഓക്കേ.